ഉന്മേഷ, ശബരിമല സന്നിധാനത്ത് മകരസംക്രമ പൂജ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് മകരസംക്രമ പൂജ സന്നിധാനത്ത് ആരംഭിച്ചത്. 3:08 മകരസംക്രമ പൂജ തുടങ്ങിയിട്ടുണ്ട്. ആചാരപരമായ ചടങ്ങാണ്. സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് കടക്കുന്ന മുഹൂർത്തമാണ് മകരസംക്രമ പൂജ. അത് പല സമയങ്ങളായി മാറി വരും. ഇത്തവണ 3:08 മകരസംക്രമ പൂജയ്ക്കുള്ള സമയം. ഈ കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് എത്തിച്ച നെയ്യ് ഉപയോഗിച്ചാണ് ഈ ആചാരപരമായ ചടങ്ങുകൾ നടക്കുന്നത്. ആ നെയ്യാണ് മകരസംക്രമ പൂജയിൽ അഭിഷേകം ചെയ്യുന്നത്. ഒപ്പം ഈ തിരുവാഭരണ ഘോഷയാത്ര 6 മണിയോടുകൂടി തന്നെ ശരംകുത്തിയിൽ എത്തും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരമ്പരാഗത കാനനപാതയിലൂടെ ഈ ശരംകുത്തിയിലാണ് ആദ്യം തിരുവാഭരണ ഘോഷയാത്ര എത്തുന്നത്. അവിടെ ആചാരപരമായി തന്നെ ഈ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിച്ച് ആനയിച്ച വലിയ നടപ്പന്തലിലേക്കും അത് കഴിഞ്ഞ് 18-ാം പടി കയറി കൊടിമര ചുവട്ടിലെത്തും. കൊടിമര ചുവട്ടിൽ ദേവസ്വം മന്ത്രി VN വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ചേർന്നാണ് ആദ്യം തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുന്നത്. അതിനുശേഷമാണ് ഈ ശ്രീകോവിലെത്തി തിരുവാഭരണങ്ങൾ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുക. അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയ ശേഷമാണ് ദീപാരാധന നടക്കുന്നത്. ദീപാരാധന തുടങ്ങി മിനിറ്റുകൾക്കകം തന്നെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ആ ഒരു പുണ്യ നിമിഷത്തിനായാണ് ഈ ഭക്തലക്ഷങ്ങൾ ഈ കാത്തു നിൽക്കുന്നത്. ശബരിമല സന്നിധാനത്ത് മാത്രമല്ല, പലയിടങ്ങളിൽ പുല്ലുമേടം, പമ്പ, നിലയ്ക്കൽ ഉൾപ്പെടെയുള്ള ഇടത്താവളങ്ങളിൽ ആ ഒരു ദർശന പുണ്യത്തിനായാണ് തീർത്ഥാടക ലക്ഷങ്ങൾ കാത്തു നിൽക്കുന്നത്. വലിയ തീർത്ഥാടന തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇന്ന് 35,000 തീർത്ഥാടകരായി നിയന്ത്രിച്ചെങ്കിൽ കൂടിയും 2 ദിവസമായി ശബരിമലയിൽ ഈ പർണശാലകൾ കെട്ടി തമ്പടിക്കുന്ന തീർത്ഥാടകരുണ്ട്. പലയിടങ്ങളിലും ഈ ചെറിയ പർണശാലകൾ കെട്ടി തീർത്ഥാടകരുടെ വലിയ നിര നമുക്ക് കാണാൻ കഴിയും. അവരൊക്കെ തന്നെ ഈ മകരജ്യോതി ദർശനത്തിനായാണ് ഇവിടെ കാത്തു നിൽക്കുന്നത്. ആ ഒരു മുഹൂർത്തത്തിനായുള്ള ഒരു കാത്തിരിപ്പ് മാത്രമാണ് ഇനി ഉള്ളത്. 6:20 തന്നെ വലിയ നടപ്പന്തലിൽ തിരുവാഭരണ ഘോഷയാത്ര എത്തും. പന്തളം കൊട്ടാരത്തിൽ നിന്ന് എത്തിച്ച തിരുവാഭരണങ്ങൾ അണിഞ്ഞ് അയ്യപ്പനെ കാണാൻ കഴിയും എന്നുള്ള ആ ഒരു പുണ്യം, ആ ഒരു നിമിഷത്തിനായാണ് ഇപ്പോൾ തീർത്ഥാടകർ ഒന്നടങ്കം കാത്തു നിൽക്കുന്നത്. ഈ മകരസംക്രമ പൂജയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില നിയന്ത്രണങ്ങൾ സോപാനത്ത് ഉണ്ട്. നേരത്തെ വലിയ നടപ്പന്തലിൽ ഉണ്ടായിരുന്ന തീർത്ഥാടകരെ എല്ലാം തന്നെ 18-ാം പടി കയറ്റി മറ്റൊരു ഭാഗത്തേക്ക്, വടക്കേ നടയുടെ ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ തിരുവാഭരണ ഘോഷയാത്ര ഉൾപ്പെടെ കഴിഞ്ഞ് അതിനുശേഷമായിരിക്കും തീർത്ഥാടകർക്ക് കൂടുതൽ പ്രവേശനം ഈ ശബരിമല ഈ ശ്രീകോവിലിന് സമീപത്തേക്ക് ഉണ്ടാവുക. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ശബരിമലയിൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ തിരുവാഭരണ ഘോഷയാത്രയ്ക്കുള്ള തിരുവാഭരണത്തിനായുള്ള ഒരു കാത്തിരിപ്പ് മാത്രമാണ് ശബരിമല സന്നിധാനത്ത് ഉള്ളത്. വലിയ തീർത്ഥാടകരുടെ ഒരു തിരക്ക് പലയിടങ്ങളിലുമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ നിയന്ത്രണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ശബരിമലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്. പോലീസിന്റെയും കേന്ദ്ര സേനയുടെയും ഒക്കെ തന്നെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ സുരക്ഷ ശബരിമല സന്നിധാനത്ത് ഒരുക്കിയിരിക്കുന്നത്. കാടിനോട് ചേർന്നുൾപ്പെടെ തീർത്ഥാടകർ പർണശാലകൾ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങളൊന്നും തന്നെ ഉണ്ടാകാതിരിക്കാനുള്ള നിരീക്ഷണങ്ങൾ പോലീസിന്റെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും സായുധ സേനകളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പഴുതടച്ച സുരക്ഷയിൽ ആചാരപരമായി വലിയ ഒരു ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിനാണ് ഇപ്പോൾ ശബരിമല സന്നിധാനം വേദിയായിരിക്കുന്നത്. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. 6 മണിയോടുകൂടി തന്നെ ശരംകുത്തിയിൽ തിരുവാഭരണ ഘോഷയാത്ര എത്തും. പന്തളം കൊട്ടാരത്തിൽ നിന്ന് വലിയ ആചാരപരമായി വലിയ ഭക്തി നിർഭരമായാണ് പന്തളം കൊട്ടാരത്തിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെട്ടത്. 3 നാൾ പിന്നിട്ട് പരമ്പരാഗത കാനനപാത വഴി 3 നാൾ സഞ്ചരിച്ചാണ് തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് വൈകിട്ടോടുകൂടി ശബരിമല സന്നിധാനത്ത് എത്തുന്നത്. ആ തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെത്തി അയ്യപ്പന് ആ ആഭരണങ്ങൾ അണിഞ്ഞ ശേഷമായിരിക്കും ദീപാരാധന നടക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ തിരുവാഭരണങ്ങൾ അണിഞ്ഞുള്ള അയ്യപ്പനെ ശബരിമലയിൽ കാണാൻ കഴിയും. അതിനായാണ് ഈ തീർത്ഥാടകരുടെ വലിയ തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. വലിയ ഭക്തി നിർഭരമായ അന്തരീക്ഷം, ശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷമാണ് നിലവിൽ ശബരിമല സന്നിധാനത്ത് ഉള്ളത്. ഇപ്പോൾ മകരസംക്രമ പൂജ ശബരിമല ശ്രീകോവിൽ പുരോഗമിക്കുകയാണ്. ഈ കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യ് ഉപയോഗിച്ചുള്ള അഭിഷേകമാണ് ഇപ്പോൾ നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മകരസംക്രമ പൂജ ശബരിമല സന്നിധാനത്ത് പൂർത്തിയാകും. പിന്നീട് തിരുവാഭരണ ഘോഷയാത്രയ്ക്കും മകരജ്യോതിക്കുമായുള്ള കാത്തിരിപ്പിലാണ് ഭക്തലക്ഷങ്ങൾ. ഉന്മേഷ്, MG പ്രതീഷാണ് ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.